ഹായ് ഹലോ, എല്ലാവർക്കും പ്രെറ്റി പ്രിൻസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തകർത്ത് പെയ്യുന്നൊരു മഴയായിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ തുടക്കം. അപ്പോൾ ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ഒരു പോസ്റ്റ് കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ, കയറിക്കിടക്കാൻ വീടും കഴിക്കാൻ ആഹാരവുമുള്ളവർക്ക് മഴ ക്ലാരയാണ്, കവിതയാണ്, കാമുകിയാണ്. ഇതൊന്നുമില്ലാത്തവർക്ക് നെഞ്ചിലെ തീയാണ്. ഒരുപാട് സത്യമുള്ള വാക്കുകളാണല്ലേ ഇത് ഞാൻ ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ ഇന്ന് കണ്ടൊരു പോസ്റ്റാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തു, ഒരുപാട് ചിന്തിപ്പിച്ച ഒരു പോസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തകർത്ത് പെയ്യുന്ന മഴയാണ്, ഹെവി മഴയാണ്. മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോൾ ഇമ്മക്കുട്ടിക്ക് ബോട്ടിടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഹിമക്കുട്ടിയും കുട്ടിയുടെ അച്ഛയും ഞാനുമായിട്ട് ജസ്റ്റ് ഒന്ന് ബോട്ടിടാനൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്ന് നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആരും ഒരുപാടങ്ങ് എക്സ്പെക്റ്റ് ചെയ്യുകയൊന്നും വേണ്ട. നമ്മൾ സാധാരണക്കാരുടെ വീട്ടിൽ നമ്മൾ സ്ഥിരം നടക്കുന്ന പരിപാടി തന്നെയാണത്. അതിൽ കൂടുതലായിട്ടൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഓടിപ്പോയി കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറവുകളൊക്കെ കാണും, ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നോട്ട് ഇഷ്ടമായോ? എടേ ഡൺ. അപ്പോൾ നമുക്ക് കലാപരിപാടി ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ടു. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടു ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ കടുക് വറുത്ത് കഴിയുമ്പോൾ നമ്മൾ ക്യാരറ്റാണ് എടുക്കുന്നത്. ക്യാരറ്റ് നമ്മൾ നെടുകെ പൊളർന്നിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു സെമി സർക്കിൾ പോലെ കിട്ടും. എന്നിട്ട് പിന്നെ നീളത്തിൽ അരിഞ്ഞ സവാളയും ഒരു പച്ചമുളകും അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് നമ്മൾ പച്ചക്കറി വാങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ചീത്തയായി പോകുന്നൊരു പച്ചക്കറി ആയിരിക്കും ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് ഇതിപ്പോൾ എത്രയാണ് കണക്കെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതായത് കുറേ കുഞ്ഞു ക്യാരറ്റായിരുന്നു. അപ്പോൾ ഞാനത് മുഴുവൻ എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് വെച്ചത്. നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. നന്നായിട്ട് തീ കുറച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് വഴറ്റിയെടുത്താൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. തോരൻ വയ്ക്കാൻ എന്തിനായിരിക്കും നമ്മൾ കുക്കർ അടുപ്പിൽ വെക്കുന്നത്? അതായത് ഇത് കണ്ടില്ലേ, ചീനി അമരയ്ക്ക, നമ്മൾ അമരയ്ക്ക എന്നൊക്കെയാണ് ഇവിടെ പറയണത്. അപ്പോൾ അത് തോരൻ വയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യാം, എളുപ്പത്തിനായിട്ട് ഞാൻ കുക്കറിലാണ് അത് വേവിച്ചെടുക്കാറ്. അപ്പം കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ഒരു 2 വിസിൽ കേൾക്കത്തക്ക രീതിയിൽ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ട് തയ്യാറാക്കാം. അപ്പോഴാണ് നമ്മുടെ കറണ്ട് നമ്മൾ ചതിച്ചത്. നമ്മൾ കറണ്ട് പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തോറ്റു കൊടുക്കരുത്. കറണ്ട് പോയാലും നമുക്ക് തോരൻ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ചിരകി വെച്ച തേങ്ങ എടുത്തു. അതിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. മുഴുവൻ ജീരകമാണുള്ളതെങ്കിൽ അതിട്ടാൽ മതി. ജീരകത്തിൻ്റെ പൊടി ഇട്ടു. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ടുതന്നെ നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയെല്ലാം നമ്മൾ തേങ്ങയുടെ എല്ലാ ഭാഗത്തുമായിട്ട് പറ്റിപ്പിടിക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ 2 വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മെഴുക്കുവരട്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അതേ പാത്രത്തിലാണ് എന്ത് ചെയ്യുന്നത്, തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പാത്രം കഴുകൽ ലാഭിക്കാം. അപ്പോൾ ഇതാ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു. നമ്മൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടു. നമ്മൾ വേവിച്ച് വെച്ചത് ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഞെരടി വെച്ചിട്ടുള്ള ആ കൂട്ടും ഇതിന് നടുക്കോട്ട് ഇട്ടിട്ട് എല്ലാം ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. എന്നിട്ട് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ തോരനും റെഡി ആയി കഴിഞ്ഞു. സിമ്പിൾ തോരനും റെഡി. അപ്പോൾ പിന്നെ നമുക്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ മീൻ വറുത്തതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ കാര്യത്തിന് വേണ്ടി പോയ സമയം കൊണ്ട് അമ്മ മീൻ വറക്കായിട്ടിട്ടുണ്ടായിരുന്നു. ആ മീൻ വറുത്തത്, ഇത് പിന്നെ മീൻ കറി, അത് ഇന്നലത്തതാണ്. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ക്യാരറ്റ് മെഴുക്കുവരട്ടി, മീൻ കറി, പിന്നെ തോരൻ, പിന്നെ അവിയൽ, അത് ഇന്നലത്തെ ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്, പിന്നെ മീൻ വറുത്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ലഞ്ച്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇനിയും കാണാം. ബൈ.